VC നിയമനത്തിൽ ഗവർണർക്ക് സുപ്രീം കോടതിയിൽ തിരിച്ചടി. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ആർക്കാണ് അധികാരം എന്ന് സുപ്രീം കോടതിയുടെ ചോദ്യം. ഷബ്ന വിവരങ്ങളുമായി ചേരുന്നു. ഷബ്ന, എങ്ങനെയാണ് ഈ ചോദ്യം VCക്ക് ഗവർണർക്ക് തിരിച്ചടിയായി ആകുന്നത്? എന്താണ് മറ്റ് വിശദാംശങ്ങൾ? UGC മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന സുപ്രീം കോടതി വിധി അംഗീകരിക്കുന്നു എന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാരിനാണ് അവകാശം, അല്ലെങ്കിൽ ഇത്തരത്തിൽ നിയമനം നടത്താൻ സർക്കാരിനാണ് അവകാശം എന്ന് കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നു. ഗവർണർ നൽകിയ അപ്പീലിലാണ് ഇത്തരം ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഹൈക്കോടതി വിധിക്കെതിരെ താൽക്കാലിക VCമാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഗവർണർ അപ്പീൽ സമർപ്പിച്ചത്. ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇത്തരത്തിൽ നിയമനം നടത്താൻ, അതായത് താൽക്കാലിക VCമാരെ നിയമിക്കുമ്പോൾ സർക്കാരിന്റെ പട്ടികയിൽ നിന്ന് വേണം എന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ വാദം ഉന്നയിച്ചിരുന്നു. സുപ്രീം കോടതിയും പറയുന്നത് അത്തരത്തിൽ തന്നെയാണല്ലോ ചട്ടങ്ങൾ എന്നാണ്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക VCമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു കേസ് വരുന്നത്. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ആർക്കാണ് അധികാരം എന്ന് സുപ്രീം കോടതി ചോദിച്ചു. സംസ്ഥാന സർക്കാരിനാണ് അധികാരമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ചാൻസലർ UGC മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് നടപടിയെടുത്തതെന്ന് അറ്റോർണി ജനറലും വാദം ഉന്നയിച്ചിരുന്നു. ചാൻസലർ സ്വന്തം സെർച്ച് കമ്മിറ്റിയെ നിയമിച്ചെന്ന് സർക്കാർ കോടതിയിൽ വാദം ഉന്നയിച്ചു. സെർച്ച് കമ്മിറ്റി രൂപീകരണം എങ്ങനെയാണെന്ന് കോടതി വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തു. ഭരണഘടനയും UGC ചട്ടങ്ങളും അനുസരിച്ചാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നത് എന്ന് സംസ്ഥാന സർക്കാരും കോടതിയെ അറിയിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനോട് ഗവർണർ യോജിക്കുന്നുണ്ടോ എന്ന് വാദത്തിനിടെ കോടതി ചോദിക്കുകയും ചെയ്തു. ചട്ടങ്ങൾ നിഷ്കർഷിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ് അധികാരം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ സർവകലാശാലയിൽ ചാൻസലർക്കാണ് സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിന് അധികാരമെന്ന് അറ്റോർണി ജനറൽ തിരിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. 5 പേരുകൾ വീതം തരൂ, കമ്മിറ്റി രൂപീകരിക്കാം എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. UGC മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന സുപ്രീം കോടതി വിധി അംഗീകരിക്കുന്നു എന്ന് സംസ്ഥാനം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സെർച്ച് കമ്മിറ്റി സർക്കാരിന് നിയോഗിക്കാം എന്ന് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തിനാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്നാണ് സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം നിശ്ചയമായിട്ടും ചെന്ന് കൊള്ളുന്നത് ഗവർണർക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. VC നിയമനവുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്ത് സർവകലാശാലകളിൽ എന്തുകൊണ്ടാണ് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത്, അങ്ങനെ ഉണ്ടാക്കേണ്ടുന്ന കാര്യം എന്താണ് എന്ന ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അത് സർക്കാരിന് എന്നതിനേക്കാൾ കൂടുതലായിട്ട് കൊള്ളുക ഗവർണർക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ, അതായത് വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ്, ചാൻസലറായുള്ള ഗവർണർക്കല്ല. ചാൻസലർ എന്ന പദവി തന്നെയും ഗവർണറിലേക്ക് എത്തുന്നത് മാത്രമാണ്. അതിനകത്ത് ഗവർണർക്കല്ല സമ്പൂർണ്ണമായുള്ള അധികാരം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭരണവുമായി ദൈനംദിന ഭരണമടക്കമുള്ള ഭരണ സംഗതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമ്പൂർണ്ണ അധികാരം ഗവർണർക്കല്ല എന്ന നിലപാടാണ് കേരള സർക്കാരിനെ പോലെ മറ്റ് പല സംസ്ഥാന സർക്കാരുകളും എടുത്തുകൊണ്ടിരിക്കുന്നത്. അത്തരം സർക്കാർ നിലപാടുകൾക്കുള്ളൊരു അംഗീകാരം എന്ന നിലക്ക് തന്നെ ഈ ഘട്ടത്തിൽ കാണാവുന്നതാണ് സുപ്രീം കോടതിയുടെ ഈ നിലപാടും സുപ്രധാനമായിട്ടുള്ള ആ ചോദ്യങ്ങളും പരാമർശങ്ങളും എന്നാണ് കാണേണ്ടത്. അപ്പോൾ അവിടെയാണ് VCക്ക് ഇതിലുള്ള തിരിച്ചടിയായിട്ട് ഇത് മാറുന്നത്. ഷബ്ന സിയാദ് വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. ഷബ്ന, ഇത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു നിലപാടാണല്ലോ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തുടർ നടപടികൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? സനീഷ്, ഈ കേസിലേക്ക് പോയാൽ ആദ്യം നമുക്കറിയാം, ഈ താൽക്കാലിക VCമാരെ സർക്കാരിന്റെ പട്ടിക മറികടന്ന് ചാൻസലർ കൂടിയായ ഗവർണർ സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്നു. സിംഗിൾ ബെഞ്ച് സർക്കാരിന് അനുകൂലമായ വിധി പുറപ്പെടുവിക്കുന്നു. അതിനുശേഷം ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നു. ഗവർണർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നു. ഡിവിഷൻ ബെഞ്ചും സർക്കാരിന് അനുകൂലമായ തീരുമാനം തന്നെ, അതായത് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണം നിയമനം നടത്താൻ എന്ന് പറയുന്നു. ഇതിനെതിരെ ഗവർണർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ സുപ്രീം കോടതി ആദ്യഘട്ടത്തിൽ പറഞ്ഞു, ഇപ്പോഴുള്ള താൽക്കാലിക VCമാരെ, അതായത് 2 സർവകലാശാലയിൽ, സാങ്കേതിക സർവകലാശാല അതുപോലെ ഈ ഡിജിറ്റൽ സർവകലാശാല, ഈ 2 സർവകലാശാലയിലെ VCമാരെ, താൽക്കാലിക VCമാരെ ഒന്നുകൂടി നിയമിക്കാൻ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കണം. അത്തരത്തിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ അത് സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഗവർണർ നിലപാടെടുത്തത്, അല്ലെങ്കിൽ തീരുമാനമെടുത്തത്, വീണ്ടും വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും അതേ VCമാരെ തന്നെ നിയമിക്കുകയുമായിരുന്നു. അതായത് സിസ തോമസ്, ശിവപ്രസാദ്, ഈ 2 പേരെ നിയമിക്കുകയാണ് ചെയ്തത്. ഇതാണ് സംസ്ഥാനം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തത്. ഇത്തരത്തിൽ നിയമനം നടത്താൻ ഗവർണർക്ക് അധികാരമില്ല എന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. ഇതിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ വളരെ സുപ്രധാനമായിട്ടുള്ള നിലപാടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. സർക്കാരിന് സെർച്ച് കമ്മിറ്റിയെ നിയോഗിക്കാം. എന്തിനാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്തിനാണ് അനാവശ്യമായുള്ള ഇടപെടലുകൾ എന്ന ചോദ്യവും കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗവർണർക്കെതിരായിട്ടുള്ള നിലപാട് തന്നെയാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് സംസ്ഥാന സർക്കാരിന് വലിയ ആശ്വാസം നൽകുന്നതാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് എന്ന് തന്നെ പറയാം, സമാനമായുള്ള പ്രതിസന്ധികൾ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് നേരിടുന്ന
സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്കെല്ലാം തന്നെയും ഈ ഒരു തരത്തിൽ ആശ്വാസം നൽകുന്ന ഒരു നിലപാടാണ് കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഇത്തരം കാര്യങ്ങൾക്കൊന്നും അന്തിമമായിട്ടുള്ള ഒരു നിലപാടല്ല. ഇനിയും ഇത്തരം പ്രോസസ്സ് നീങ്ങും. ഗവർണറുടെ നിലപാട് അറിയിക്കും. കോടതിയിൽ വീണ്ടും മറ്റു കാര്യങ്ങൾ നടക്കുമെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം.